നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്ത. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പാസാക്കും. ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. വോട്ടെടുപ്പ് ആവശ്യപ്പെടും. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കർഷക തൊഴിലാളി യൂണിയൻ സംയുക്ത വേദി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഎമ്മിൽ വിമർശനം. വിസി നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയത് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തൽ. സർക്കാർ ചാൻസലർ സമവായം സുപ്രീംകോടതി അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. 4-ാം പ്രതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതിയിൽ. ജാമ്യഹർജി പരിഗണിക്കുന്നത് ആദ്യ കേസിൽ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. അപേക്ഷ പരിഗണിക്കുക തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ പ്രോസിക്യൂഷൻ. പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിനായി BJPയിൽ പിടിവലി. C കൃഷ്ണകുമാറിന്റെ ഭാര്യയെ അധ്യക്ഷയാക്കാൻ നീക്കം. BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിനെ ചെയർമാനാക്കണമെന്ന് മറുവിഭാഗം. ദ്വിദിന സന്ദർശനത്തിനായി നരേന്ദ്രമോദി ഒമാനിൽ. മസ്കറ്റിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. വിശദമായി നോക്കാം. പോറ്റി KTA പാട്ടിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടന്ന് സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്തതിന്റെ സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, നമുക്ക് വലിയ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ സ്വാഭാവികമായും പാരഡി ഗാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ CPM ഇതിനെ വലിയ തരത്തിൽ തങ്ങൾക്ക് ഏൽപ്പിച്ച വലിയ തോൽവിക്ക് കാരണം പോലും ഈ പാട്ടാണ് എന്ന തരത്തിലേക്കടക്കം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോഴിതാ തുടർ നീക്കങ്ങളിലേക്ക് സൈബർ ക്രൈം പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. എന്താണ് സൈബർ ക്രൈം പോലീസിന്റെ തുടർ നീക്കങ്ങൾ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പോലീസ് മേധാവിയാണ് ADGPക്ക് കൈമാറിയത്. തുടർന്നത് സൈബർ ക്രൈം പോലീസ് ആ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. പാട്ട് എഴുതിയയാളെയും അത് പാടിയയാളെയും അത് അപ്ലോഡ് ചെയ്ത യൂട്യൂബറെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മതവികാരത്തെ വ്രണപ്പെടുത്തി വിശ്വാസികളുടെ വികാരങ്ങളെ ഹനിക്കുന്ന തരത്തിലേക്ക് ഈ പാരഡി മാറി എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് FIRലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി ആദ്യം ചോദ്യം ചെയ്യാനായി ഇവർക്ക് നോട്ടീസ് നൽകും. അതിനുശേഷം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം ആ പാട്ട് നീക്കം ചെയ്യണം എന്ന ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ കൃത്യമായി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സൈബർ ക്രൈം പോലീസ് തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുകയുള്ളൂ. അതായത് ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളെ എല്ലാ സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന കാര്യം കൂടി പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ അത്തരം നീക്കങ്ങളിൽ കിടക്കാൻ കഴിയുകയുള്ളൂ. കാരണം സമാനമായ തരത്തിൽ മറ്റ് പാരഡികൾ നേരത്തെയും ഈ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ആക്ഷേപഹാസ്യത്തിന് സമാനമായ തരത്തിലുള്ള പാരഡികൾ നേരത്തെയും അത് പ്രചരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും അത് ലഭ്യവുമാണ്. അങ്ങനെയിരിക്കെ ഈ ഒരു പാരഡി ഗാനം മാത്രം അത് മാത്രം അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ഒരു നിരോധനം സമൂഹ മാധ്യമങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു കാര്യം പ്രായോഗികമായി നടത്തുന്നതിന് നിയമപരമായി ചില പരിമിതികൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. പ്രാഥമിക നടപടികളുടെ ഭാഗമായാണ് ഈ 4 പേരെയും പ്രതിപട്ടികയിലുള്ള 4 പേരെയും
വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നോട്ടീസ് നൽകാനുള്ള നടപടികളുമായി സൈബർ പോലീസ് മുമ്പോട്ട് പോകുന്നു. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ പാട്ടിനെതിരെ CPM രംഗത്ത് വന്നു എന്നുള്ള സാഹചര്യം വന്നതോടൊപ്പം തന്നെ ഇതിൽ പരാതിപ്പെടുമെന്നുള്ള വാർത്ത വന്ന സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ പോറ്റിയെ കേറ്റി എന്നുള്ള ആ പാരഡി ഗാനത്തിന് അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അയ്യപ്പ ഭക്തി ഗാനം വെച്ച് ഇത് ആദ്യമായി ഇറക്കുന്ന ഒരു പാരഡി ഗാനമല്ല ഇത്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൈരളി TV-യിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ചെയ്തു വന്ന ഒരു പാരഡി ഗാനമടക്കം ഇപ്പോൾ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡായിട്ടുണ്ടാകും. ഡാനടക്കം നമ്മുടെ പ്രേക്ഷകരടക്കം അത് കണ്ടിട്ടുണ്ടാകും. അതടക്കം വെച്ചുകൊണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്തി ഗാനം പോലും ഇത്തരത്തിൽ പല പാരഡികൾക്കും പല സർക്കാരുകൾ മാറി വരുന്ന സമയത്ത് പോലും അവർക്കൊക്കെ പ്രതികൂലമായി അനുകൂലമായി കൊണ്ട് തന്നെ ഈ പാട്ട് പാരഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ അധിക്ഷേപം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പാട്ടിനെതിരെ അല്ലെങ്കിൽ ഈ പാരഡി ഗാനത്തിനെതിരെ സർക്കാർ അടക്കം അല്ലെങ്കിൽ പോലീസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഏത് തരം നടപടിയിലേക്ക് കടക്കാനായിരിക്കും സാധ്യതയുള്ളത് ഈ ഘട്ടത്തിൽ? എന്താണ് ഡാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ നടപടി തന്നെയാണ് ഞാൻ വിശദീകരിച്ചത്. അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒരു പരാതിയാണ് ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് സൈബർ ക്രൈം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിലാണ് 4 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 4 പേരെയും വിശദമായ മൊഴിയെടുക്കുന്നതിന് വേണ്ടി, അതായത് അവരിൽ നിന്ന് എന്താണ് ഇതിൽ സംഭവിച്ചത്, അതിൽ മറ്റേതെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചോദിച്ചറിയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് സൈബർ പോലീസ് കടക്കുന്നത്. അതേസമയം സമാനമായ തരത്തിലുള്ള മറ്റ് പാരഡികൾ ഇതേ സമാനമായ തരത്തിൽ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടുള്ള പാരഡികൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിവിധ കക്ഷികളെ എതിർത്തും അനുകൂലിച്ചുമുള്ളത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു പാരഡി മാത്രം പിൻവലിക്കണം, സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബിലെ പ്രധാനപ്പെട്ട സൈറ്റുകളിൽ നിന്നൊക്കെ അത് പിൻവലിക്കണമെന്ന ആവശ്യം പ്രായോഗികമായി നടത്തുന്നതിന് നിയമപരമായി അടക്കം ചില പരിമിതികൾ നേരിടും. അങ്ങനെ വന്നാൽ അത് വലിയ തരത്തിൽ വലിയ രാഷ്ട്രീയ തർക്ക വിഷയമായി മാറും. നിയമ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ തർക്ക വിഷയമായി കൂടി മാറും. കാരണം ആക്ഷേപഹാസ്യങ്ങൾ പാരഡിയുടെ രൂപത്തിലൊക്കെ നേരത്തെയും ഒരുപാട് കേരളം കേട്ടിട്ടുള്ളതാണ്, ഇനിയും ഒരുപാട് കേൾക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പാട്ട് വലിയ തരത്തിൽ വിശ്വാസ സമൂഹത്തിനിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ഇത്ര വലിയൊരു പ്രതിഷേധം ഉയരുന്നതെന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPM-ൽ തന്നെ 2 അഭിപ്രായമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ പുറകെ പിടിച്ചങ്ങ് പോയാൽ കൂടുതൽ ഇത് എത്താത്ത ആളുകൾ കൂടി അത് കേൾക്കാത്ത ആളുകൾ കൂടി അത് വീണ്ടും ശ്രദ്ധിക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് അതിനെ ആ വഴിക്കങ്ങ് വിട്ടേക്കും എന്ന നിലപാടുള്ള ഒരു വിഭാഗമുണ്ട്. പക്ഷേ മറുവിഭാഗം ശക്തമായി രാജു അബ്രാഹിമിനെ പോലുള്ളവർ അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട്. തീർച്ചയായും താൻ പറഞ്ഞതുപോലെ 2 അഭിപ്രായം ഈ വിഷയത്തിൽ CPM-ൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയാണ്, ആവിഷ്കാരത്തെക്കുറിച്ച് എവിടെയും പറയുന്ന ഒരു പാർട്ടിയാണ്. അവരാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയത്, എതിർപ്പുന്നയിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകിയ സാഹചര്യം ഉയരുന്നത്. ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യം ഈ പാട്ട് 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി ചേർത്തവർക്ക് എല്ലാവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ എഴുതിയ ആൾക്കെതിരെ അടക്കം ഇപ്പോൾ കേസുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താവിഷ്കാരമാണ് ഡാൻ ഇവിടെ അത് എന്ന് സാധാരണക്കാരടക്കം ചോദിച്ചാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. അതിൽ നമ്മളൊരു വിലയിരുത്തലിലേക്ക് കടക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇങ്ങനെ ഒരു പാട്ടിൻ്റെ പേരിൽ, അതായത് വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പല ശൈലികളുണ്ട്. അതിൽ തമാശ രൂപേണ അല്ലെങ്കിൽ ഈ ആക്ഷേപഹാസ്യങ്ങളുടെ തരത്തിൽ ഒക്കെ പലതരത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിൽ ചിത്രീകരിച്ച ഒരു പാരഡിയാണ് ഇത്. അല്ലെങ്കിൽ വിമർശനാത്മകമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഒരു പാരഡിയാണിത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായി പ്രതികരണം നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇതിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗം ഇനി പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ
കോൺഗ്രസ് അതിനോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? എന്തായാലും പാർട്ടിയുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഇവർക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇത്തരത്തിൽ നിർമ്മിച്ച ഒരു പാട്ട്, പാടിയൊരു പാട്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു പാട്ട്, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയൊരു പാരഡി, അത് സ്വാഭാവികമായി അത്തരത്തിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം UDF ഉണ്ടായി എന്നാണ് പൊതു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനെന്തെങ്കിലും തടസ്സമുണ്ടാകുമോ ഈ കേസെടുത്തിരിക്കുന്നതുകൊണ്ട്? ഇതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തത കൈവരാനുള്ളത്. നിയമപ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ ചർച്ചകൾക്കും പരസ്പരം വാക്പോരിനും കൂടി വഴി തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഒരു പാരഡി ഗാനമാണ്. ആ പാരഡി ഗാനമാണിപ്പോൾ വലിയ തരത്തിൽ നേതാക്കളടക്കം ഒന്നടങ്കം ഏറ്റുപാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇപ്പോഴിത് അതൊരു കേസിലേക്ക് പോലും വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഈ മലയാളക്കാരെ ഒന്നാകെ ഏറ്റെടുത്ത് പാടിയൊരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആ പോറ്റിയെ കയറ്റി എന്നുള്ള ആ പാട്ട്, അതിന് കിട്ടിയ പാരഡി ഗാനത്തിന് കിട്ടിയ സ്വീകാര്യത, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് എപ്പോഴും പറയുന്നൊരു സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നത് എന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM ഇന്ന് പരാതി നൽകും. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക. പാട്ടിൽ പരസ്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടായെന്നും പാട്ടിലൂടെ കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നുമാണ് CPMന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കേസിൽ 4ാം പ്രതി ജയശ്രീക്ക് ഹാജരാകാൻ SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. VC നിയമനത്തിൽ ഗവർണർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് CPM സെക്രട്ടേറിയറ്റിൽ ചർച്ച. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും എന്ന ആശങ്ക യോഗത്തിൽ നേതാക്കൾ പങ്കുവച്ചു. PM ശ്രീ വിവാദമായതിന് തുല്യമായ രാഷ്ട്രീയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുമെന്നായിരുന്നു ആശങ്ക. തിരിച്ചടി ഉണ്ടാകില്ലെന്നും തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവാൻ കഴിയില്ലെന്നും ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പാർട്ടിയെയും മുന്നണിയെയും ഇരുട്ടിൽ നിർത്തി PM ശ്രീ കരാറിൽ ഒപ്പിട്ടതും ഗത്യന്തരമില്ലാതെ പിന്മാറിയതും സർക്കാരിന് നാണക്കേടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. അതിനു പിന്നാലെയാണ് ഡിജിറ്റൽ ടെക്നിക്കൽ VC നിയമനങ്ങളിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങിയത്. അതും പാർട്ടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. കടുത്ത അമർഷമാണ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. മുഖ്യമന്ത്രി ഗവർണർ ഒത്തുതീർപ്പിനെ നേതാക്കൾ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇത്തരം ഒരു ഒത്തുതീർപ്പ് ഗുണം ചെയ്യില്ല എന്നു മാത്രമല്ല, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ശരിയായ തീരുമാനമാണെന്ന് കരുതാനാകില്ലെന്നും അഭിപ്രായമുയർന്നു. സർക്കാർ നിലപാടിൽ തെറ്റില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. VC നിയമനത്തിൽ സർക്കാരിന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ അത് വഴിവെക്കും. മറ്റു വഴികളില്ലാതെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായത്. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാർ നിലപാട് ഗവർണർ അംഗീകരിച്ചത് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുക എന്ന അപൂർവതയ്ക്കാണ് തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം. VC നിയമനത്തിൽ സർക്കാർ ചാൻസലർ സമവായം സുപ്രീംകോടതി അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ നിയമിച്ച് ലോക്ഭവൻ ഉത്തരവിറക്കിയ കാര്യം ജസ്റ്റിസ് സുധാംശു ധൂലിയ സുപ്രീംകോടതി അറിയിക്കും. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറെ ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചിരുന്നു. ഈ നിയമനത്തിന് കോടതി അംഗീകാരം നൽകിയാൽ ഇരുവരും ഉടൻ ചുമതലയേൽക്കും. ഡോക്ടർ സിസയ്ക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല. ഡിജിറ്റൽ സർവകലാശാല VCയായി നിയമിതനായ ഡോക്ടർ സജി ഗോപിനാഥിന് മാതൃസ്ഥാപനത്തിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നതുവരെ ഡിജിറ്റൽ സർവകലാശാലയുടെ അധിക ചുമതല വഹിക്കാൻ സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് ലോക് ഭവൻ നിർദ്ദേശം നൽകി. സിസ തോമസ് മന്ത്രി R. ബിന്ദുവുമായി ചർച്ച നടത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു.
ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. PT കുഞ്ഞു മുഹമ്മദിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നാണ് PT കുഞ്ഞു മുഹമ്മദ് വ്യക്തമാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം PT കുഞ്ഞു മുഹമ്മദിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബ്ലോഗർ മുകേഷ് M. നായർക്കെതിരെ പോക്സോ കേസ് നിലനിൽക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി റീൽ ചിത്രീകരിച്ചെന്നും അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിച്ചെന്നുമായിരുന്നു പെൺകുട്ടിയുടെ പരാതി. കോവളം പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്ന റീൽ ചിത്രീകരണത്തിനിടെ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയെന്നായിരുന്നു ബ്ലോഗർ മുകേഷ് M. നായർക്കെതിരായ പരാതി. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോക്സോ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. തുടർന്ന് പരാതിക്കിടയാക്കിയ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും വിശദമായി പരിശോധിച്ചതിന് പുറമെ സാക്ഷിമൊഴികൾ കൂടി കണക്കിലെടുത്താണ് പോക്സോ വകുപ്പുകൾ കേസിൽ നിലനിൽക്കില്ലെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം ആരോപണ വിധേയനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകൾ നിലനിൽക്കുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ടാണ് 15-കാരി ഉൾപ്പെടെയുള്ള യുവതികളും ഒന്നിച്ച് മുകേഷ് M. നായർ പരാതിക്കിടയാക്കിയ റീൽസ് വീഡിയോ ചിത്രീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന VBG രാംജി ബിൽ ലോക്സഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ. ബില്ലിൽ വോട്ടെടുപ്പ് വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ലോക്സഭയിലെ ചർച്ച ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും തിടുക്കപ്പെട്ട് ഈ ഒരു ബില്ല് പാസാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. ഇവിടെ NDA ഘടകകക്ഷിയുടെ ഭാഗത്തിന് ചെറിയൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ ഭവ്യ, ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കും. കാരണം പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം ഒന്ന്, ഈ ബില്ലിൽ വിശദമായ ചർച്ച വേണം. അതിനുള്ള സമയം നിലവിലില്ല. കാരണം പാർലമെന്റ് സമ്മേളനം അവസാനിക്കാറായി. അപ്പോൾ വിശദമായ ചർച്ച നടത്തണം. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നടത്താൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം ഈ ചർച്ചയിലൊക്കെ തന്നെ ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ ആ നിലപാടിലല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടില്ല. പകരം ഈ ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസ്സാകും എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇന്നലെ ഈ ചർച്ച നടന്നു ലോക്സഭയിൽ. ഈ ചർച്ച ഏതാണ്ട് രാത്രി വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. അതായത് ബില്ല് ഏത് വിധേനയും പാസ്സാക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. പുലർച്ചെ 1:35-നാണ് ഈ ചർച്ച അവസാനിച്ചത്. ഈ ചർച്ചയിൽ ഉടനീളം പ്രതിപക്ഷ അംഗങ്ങൾ ഈ ബില്ലിനെ ചോദ്യം ചെയ്തു. അത് രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നതിനെ ചോദ്യം ചെയ്തു. ഇതിനൊപ്പം തന്നെ ബില്ലിലെ പുതിയ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. നേരത്തെ 10% ഈ വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന വിഹിതമെങ്കിൽ അത് 40% സംസ്ഥാനങ്ങൾക്ക് അധിക ഭാരം വരും എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ വരുമ്പോൾ 125 എന്ന് പറയുന്ന തൊഴിൽ ദിനങ്ങൾ സർക്കാർ പ്രധാനപ്പെട്ട നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നത് 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 125 വർദ്ധിപ്പിക്കുകയും സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ഭാരം വരുമ്പോഴും സ്വാഭാവികമായും അത്തരം തൊഴിൽ ദിനങ്ങൾ നൽകാൻ കഴിയില്ല. അത് സ്വാഭാവികമായി നിലവിലുള്ള ബില്ലിനെ അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ തന്നെ എന്താണോ ഇതുകൊണ്ട് തൊഴിലുറപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സത്തയൊക്കെ തന്നെ ഇല്ലാതാക്കുന്നതാണ് വ്യവസ്ഥകളെന്ന കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നത്. കൂടാതെ അവധി, പ്രത്യേകിച്ച് പീക്ക് സമയങ്ങളിൽ, കാർഷിക വിളവെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ, പീക്ക് സമയങ്ങളിൽ ഏതാണ്ട് 60 ദിവസം ഇത് സസ്പെൻഡ് ചെയ്യാം, റദ്ദ് ചെയ്യാമെന്നൊരു വ്യവസ്ഥ ഇതിനകത്തുണ്ട്. ഇതിനെയൊക്കെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമായും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ ചൂണ്ടിക്കാണിച്ചു, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിച്ച പല BJP അംഗങ്ങളും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് 2047 കൂടി വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുക, അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം. ഗ്രാമീണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് അവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം. ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ NDAയിലെ ചില അംഗങ്ങളെങ്കിലും ആശങ്ക ഇതുമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. JDU ഒക്കെ തന്നെ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും TDP 40% വിഹിതം അത് സംസ്ഥാനം വഹിക്കണമെന്നത് ഒരു ആശങ്കയായി തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. കാരണം ആന്ധ്രാപ്രദേശ് സാമ്പത്തികമായി വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അപ്പോൾ
തൊഴിലുറപ്പിൻ്റെ കൂടി അധിക പണം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ അത് സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടുതൽ കനിയണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും ചർച്ച പുലർച്ചയോടുകൂടി പൂർത്തിയായി. ഇന്ന് ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇതിന് മറുപടി നൽകും. അതിനുശേഷം ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. ഇന്ന് രാവിലെ ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ യോഗം ചേരുന്നുണ്ട്. വോട്ടെടുപ്പ് വേണം എന്ന നിലപാടിലാണ് ഉള്ളത്. വോട്ടെടുപ്പ് നടന്നാലും സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും വോട്ടെടുപ്പ് വേണം. അപ്പോൾ രാവിലെ ഏതായാലും 10 മണിയോട് കൂടി അറിയാം ഏതൊക്കെ പാർട്ടികൾ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന്. അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്ഥിരം സമിതിക്ക് ബില്ല് വിടണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യമടക്കം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ബില്ല് പാസ്സാക്കാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത്. ആണവ ഭേദഗതി ബില്ലിന് ശേഷം തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പരിഗണിക്കാനാണ് ഭരണപക്ഷം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്തായാലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. രാകേഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. മദീനത്തുൽ ഇർഫാൻ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഇന്ന് വൈകിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് തിരിക്കുക. നമ്മൾ ഇന്നലെ കണ്ടതാണ്, വലിയ സ്വീകരണമായിരുന്നു ഒമാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യൻ സമൂഹത്തിലെ ആളുകളടക്കം എത്തിയിരുന്നവരൊക്കെ വലിയ സന്തോഷത്തോടുകൂടി, വലിയ ഹർഷാരവത്തോടു കൂടിയായിരുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ ഒമാനിൽ അഭിസംബോധന ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജുവിനോട് തന്നെ ചോദിക്കാം വിവരങ്ങൾ. അജയ്, ഇന്നെന്തായാലും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഇന്ത്യ ഒമാൻ സൗഹൃദം അത് ഊട്ടിയുറപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാമത്തെയുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചുമുള്ള 2ാമത്തെ സന്ദർശനം കൂടിയാണ് ഒമാനിലേക്ക്. അപ്പോൾ അതും കൂടിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഏതൊക്കെ പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്? എപ്പോഴത്തേക്കായിരിക്കും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അവിടെ അഭിസംബോധന ചെയ്യുക? എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, ഇന്ത്യയും ഒമാനും തമ്മിൽ നിലവിൽ തന്നെ നിരവധി നയതന്ത്ര കരാറുകൾ, അതുപോലെ തന്നെ വ്യാപാര കരാറുകൾ, സൈനികമായിട്ടുള്ള ബന്ധം ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ദിവസമാണെന്ന്. ഒമാനിൽ അദ്ദേഹം ഇന്നലെ എത്തിയിരുന്നു. ഇന്നലെ മസ്കറ്റ് എയർപോർട്ടിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത്. അവിടുത്തെ പ്രതിരോധ ഉപപ്രധാനമന്ത്രിയാണ് നേരിട്ട് എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് അവിടെയുള്ള ഇന്ത്യൻ സമൂഹവും അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഇതിനു മുൻപേ 2018 ഒമാനിലെത്തിയിരുന്നത്. അതിനുശേഷമുള്ള 2ാമത്തെ സന്ദർശനമാണ് നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അൽ ബുസ്താൻ പാലസിൽ വെച്ചാണ് അവിടെ ഈ ഒമാനിലുള്ള ഇന്ത്യക്കാർ അദ്ദേഹത്തെ വരവേറ്റത്. മാത്രമല്ല, ഈ അൽ ബുസ്താൻ പാലസിൽ വെച്ചിട്ട് ഈ നരേന്ദ്രമോദിക്ക് മുന്നിൽ നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്നലെ ഒരു ദിവസം അദ്ദേഹം മസ്കറ്റിൽ തങ്ങുകയായിരുന്നു. ഇന്ന് അദ്ദേഹം അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ, അവിടെയുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മൊത്തം 6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ ഒമാനിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കും. ഒമാൻ കൺവെൻഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്ററിനകത്തുള്ള മദീന ഇർഫാൻ തിയേറ്ററിനകത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയുള്ളത്. അതിനുശേഷം അവിടെയുള്ള ഒമാൻ സുൽത്താനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണും. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അതിനുശേഷം ഈ നടക്കുക. പ്രധാനമന്ത്രി ഇതിനു മുൻപേ തന്നെ എക്സ് വഴി പോസ്റ്റ് ചെയ്തിരുന്നു ഈ സുൽത്താനുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ ആകാംക്ഷയോടെ തന്നെ താൻ കാത്തിരിക്കുന്നുവെന്ന് ഇതിനു മുൻപ് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല, വ്യാപാരപരമായിട്ടും ഈ ഒരു കൂടിക്കാഴ്ച അത് നിർണായകമാണ്. നിലവിൽ $10.61 ബില്യൺ കച്ചവടമാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ളത്. ഈ കച്ചവട ബന്ധം അത് കുറച്ചുകൂടി ശക്തമാക്കാനുള്ള കരാറുകൾ ഇപ്പോൾ നിലവിൽ ഇന്ന് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പിട്ടേക്കുമെന്നാണ് വിവരം. മാത്രമല്ല, ഇന്ത്യൻ സൈന്യവും ഒമാൻ സൈന്യവും സംയുക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പെട്രോളിംഗ് തുടങ്ങിയവ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈനികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ചർച്ചകളുണ്ടാകും. പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ, ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് വിവരം. ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ദിവസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജയ് സുതാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. അജയ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഹമാസിനെ തളയ്ക്കാൻ മുസ്ലിം രാജ്യങ്ങളിലെ സേനയെ ഗാസയിലേക്ക് അയക്കാൻ ഒരുങ്ങി അമേരിക്ക. അടുത്തയാഴ്ച അമേരിക്കൻ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനോട് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെടും. എന്നാൽ പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഇതിനെ ശക്തിയുക്തം ചെറുക്കുകയാണ്. മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിരുന്ന മുനീറിന്റെ ചതിയാണിതെന്നാണ് വ്യാപക വിമർശനം. അജയ് സുതാബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഈ വിഷയത്തിൽ മുനീറിനെ തന്നെ ഇത്തരത്തിലൊരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതിന് പിന്നിൽ ട്രംപ് കണ്ട കാര്യം അതെന്താവും? അതോടൊപ്പം തന്നെ നമുക്കറിയാം, മുനീറിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ വലിയ തരത്തിൽ സ്വീകാര്യത നേടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഈ ഗാസ സമാധാന കരാറിൻ്റെ ഭാഗമായിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി, അതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ നടത്തിപ്പ്, അത് ആദ്യം തന്നെ അമേരിക്കയെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാര്യം ഹമാസ് ഈ രണ്ടാം ഘട്ട പദ്ധതിയിലുള്ള പല വ്യവസ്ഥകളും അംഗീകരിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും ഹമാസിൽ നിന്നുള്ള അധികാര കൈമാറ്റം, മറ്റൊരു സർക്കാരിനെ ഗാസയുടെ ഭരണകൂടം ഏൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം, അതുമാത്രമല്ല ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു കാര്യം, ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം മുതൽ തന്നെ ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഈ സമാധാന കരാർ അത് ഒക്ടോബറിൽ നിലവിൽ വന്നതിന് ശേഷം ഇപ്പോഴും ചെറിയ രീതിയിലുള്ള സംഘർഷം ഇസ്രായേലിനും ഹമാസിനും ഇടയിലുണ്ട്. അപ്പോൾ ഈ സംഘർഷ സാധ്യത ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ടാം ഘട്ടം ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട്. US തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സക്സസ് ആണ്, തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നടത്തിയെടുത്ത കാര്യമാണ് എന്നുൾപ്പെടെ ട്രംപ് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഗാസ സമാധാന കരാർ എന്ന് പറയുന്നത്. നിരവധി ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട്, ഇന്ത്യ ഉൾപ്പെടെ ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഗാസ സമാധാന പദ്ധതിയുടെ പേരിൽ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ സമാധാന കരാർ തകരാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ട പദ്ധതി നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഗാസയിൽ ഒരു അന്താരാഷ്ട്ര പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിയോഗിക്കേണ്ടതുണ്ട്. ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമാകാൻ മുസ്ലിം രാജ്യങ്ങളുടെ സഹായമാണ് ട്രംപ് പ്രധാനമായിട്ടും തേടുന്നത്. അപ്പോൾ ഇത് കാരണം മറ്റ് ആക്ഷേപങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് തടയാനാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിന് ട്രംപ് ആദ്യം തന്നെ സമീപിച്ചത് ഇന്തോനേഷ്യയും പാകിസ്ഥാനെയുമാണ്. അപ്പോൾ പാകിസ്ഥാനെ സമീപിച്ചെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ തന്നെ ഈ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ, അദ്ദേഹം അടുത്ത ആഴ്ച അമേരിക്കയിൽ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇക്കഴിഞ്ഞ ജൂണിൽ അദ്ദേഹം അമേരിക്ക സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന് 3ാമത്തെ സന്ദർശനമാണ് നിലവിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത ആഴ്ച വാഷിംഗ്ടണിൽ എത്തുമ്പോൾ ഈ ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തിനെ വിന്യസിക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം. അപ്പോൾ ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസീം മുനീർ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നേതാവെന്നുള്ള നിലയിൽ വലിയ പ്രചാരണം നേടിയതാണ്. ഇത്തരത്തിൽ അവിടെയുള്ള ഒരു മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തി തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയും അതുപോലെ തന്നെ മറ്റ് പലതരത്തിൽ ഈ പാകിസ്ഥാനിലെ ഒരു പരമോന്നത നേതാവായി ഉയർന്നു വരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസീം മുനീർ. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെയൊക്കെ ഒരു രണ്ടാം നിരക്കാരനായി അദ്ദേഹത്തിൻ്റെ കസേര എപ്പോൾ വേണമെങ്കിലും വലിച്ച് താഴെയിടാൻ ഉദ്ദേശിച്ച് തക്കം പാർത്തിരിക്കുന്നയാളാണ്. അപ്പോൾ അവിടെയുള്ള തീവ്ര മതവിശ്വാസികൾ ഈ അസീം മുനീറിൻ്റെ നീക്കത്തിനെ ശക്തമായി എതിർക്കുകയാണ്. ഹമാസിനെ എതിർത്തുകൊണ്ട്, ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ്റെ സ്വന്തം സേനയെ അയക്കുന്നത് അവിടെയുള്ള മതവാദികൾ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ആവശ്യം നടപ്പിലാക്കിയാൽ അത് സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ മോഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, സ്വന്തം രാജ്യത്തെ പരമോന്നത നേതാവാകാൻ സ്വപ്നം കാണുന്ന അസീം മുനീറിന് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാകും. എന്നാൽ ഈ ഘട്ടത്തിൽ ട്രംപിനെ പിണക്കുന്നതും ഒരിക്കലും ബുദ്ധിയാകില്ല. കാര്യം ട്രംപിനെ പിണക്കിയാൽ
അഫ്ഗാനിസ്ഥാനുമായി തുടർച്ചയായിട്ടുള്ള സംഘർഷം അതിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികൾ തുടർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുമായി ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കുന്നത് അത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാകും. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന വലിയൊരു രാജ്യം അത് അവരുടെ പിന്തുണ ഒറ്റയടിക്ക് പിൻവലിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീഷണികൾ നേടുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത തത്രപ്പാടിലാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനും അസീം മുനികളും. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തണം, ചെറിയൊരു ഇടവേള. സംസ്ഥാനത്ത് SIR എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയം ഇന്ന് അവസാനിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരുന്നു ആദ്യം നിശ്ചയിച്ച സമയമെങ്കിലും സർക്കാർ സമ്മർദ്ദങ്ങളുടെയും കോടതി ഇടപെടലുകളുടെയും ഫലമായി ഡിസംബർ 18 വരെ സമയപരിധി നീട്ടുകയായിരുന്നു. സംസ്ഥാനത്താകെ 2.78 കോടി വോട്ടർമാർക്കാണ് എന്യൂമറേഷൻ ഫോം തയ്യാറാക്കിയത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം നടപടികൾ പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2.77 കോടിയാണ്. കൊച്ചി മേയർ ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ദീപ്തി മേരി വർഗീസിനും VK മിനിമോൾക്കുമായി നേതാക്കൾ രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചതോടെ ഇക്കാര്യത്തിൽ ജില്ലാ UDF-ൽ വിശദമായ ചർച്ച വേണ്ടിവരും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ആരാകും കൊച്ചി മേയർ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ആ അനിശ്ചിതത്വം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ദീപ്തി മേരി വർഗീസ് ആയിരിക്കുമോ അല്ലെങ്കിൽ VK മിനിമോൾ ആകുമോ? ആർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്? നേതാക്കൾ ആർക്കൊപ്പമൊക്കെയാണുള്ളത്? എന്താണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം ഡാനി? ഭവ്യ, ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ തുടരുന്നു എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. കാരണം എവിടേക്കും ഒരു പേരിലേക്കും എത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. നേതാക്കളുടെ ഒരു ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ പോലും അനൌദ്യോഗികമായി പല ദിക്കിലും പല രീതിയിലും ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലെ ഒരു സൂചനകൾ അനുസരിച്ച് VK മിനിമോൾക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്നവരാണ് ഭൂരിപക്ഷവും. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ടേമുകളായി അവർ കൌൺസിലറായിട്ട് തുടരുന്നുണ്ട്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷയായിരുന്നു. അങ്ങനെ ഒരു ഭരണ പരിചയം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർ മികവ് പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു സംഘടനാ പാഠവും കാര്യങ്ങളുമെല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി മേയർ സ്ഥാനമെന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ രാഷ്ട്രീയപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരം ചർച്ചകൾക്ക് മിനിമോളുടെ പേരിന് സാധ്യത കൽപ്പിക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ നീങ്ങുന്നുണ്ട്. ഒപ്പം ദീപ്തി മേരി വർഗീസിന്റെ പേരിനും ചർച്ചകളിലേക്ക് വരുന്നുണ്ട്. കാരണം ദീപ്തി തുടക്കം മുതൽ തന്നെ ഈ രീതിയിലേക്ക് പലരും ചൂണ്ടിക്കാണിച്ച ഒരാളാണ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ പ്രഥമമായ പേരുകൾ VK മിനിമോളുടെയും ദീപ്തിയുടെയും തന്നെയായിരുന്നു. ദീപ്തിയുടെ പേരിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KPCC ജനറൽ സെക്രട്ടറി ആണ് എന്നതാണ് ഒരു പ്രധാന കാര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ദീപ്തി കഴിഞ്ഞ ഒരു ടൈമായിട്ട് കൌൺസിലിലുണ്ട്. ഇപ്പോൾ തുടർച്ചയായ ഒരു വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ ദീപ്തിയുടെ പേരും ഇതിനുശേഷം പരിഗണനയിലേക്ക് വരുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ 3 പേരുകൾ വന്നിരുന്നു. അതിലൊന്ന് ഷൈനി മാത്യുവിന്റെ പേരായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഒരു കൌൺസിൽ അംഗമാണ്. ഒരു ടൈം ആയിരുന്ന സമയത്ത് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആ ഒരു സമയത്ത് മേയർ സ്ഥാനത്തേക്ക് അന്ന് മേയറായിരുന്ന സൗമിനി ജെയിനൊപ്പം പരിഗണിച്ചിരുന്ന ഒരു പേരായിരുന്നു. ഒപ്പം തന്നെയും അന്ന് കൃത്യമായി ഒരു ഇടവേള ഭാഗികമായി വീതിച്ചു നൽകുക എന്ന രീതിയിലേക്ക് അന്ന് ചില ചർച്ചകൾ നടന്നതായാണ് പറയുന്നത്. പക്ഷെ അന്ന് ഈ പേയ്മെന്റ് സീറ്റ് എന്ന രീതിയിലുള്ള ഒരു വിവാദം അവർക്ക് പറയുകയുണ്ടായിരുന്നു. കാരണം മേയർ സ്ഥാനത്തേക്ക് പണം നൽകുന്നു എന്നതടക്കമുള്ളൊരു വിവാദങ്ങളടക്കം ഉയർന്നു വരികയും ചെയ്തതോടുകൂടി അവരുടെ സാധ്യത അന്ന് മങ്ങുകയായിരുന്നു. തുടർന്ന് സൗമിനി ജെയിൻ തന്നെ ഇങ്ങനെ കരാർ ഒന്നും ഇത്തരത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ആ പേരുകൾ ഉയർന്നു വന്നെങ്കിലും പക്ഷേ ഇപ്പോൾ 2 പേരുകളിലേക്കായിട്ട് വന്നിരിക്കുന്നു. VK മിനിമോളിന് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നവരുണ്ട്. ഒപ്പം ദീപ്തി മേരി വർഗീസിനെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊന്ന് ഒരു തലവേദന ഉയർന്നു വരുന്നത് കോൺഗ്രസിന്. അത് മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ടാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ 47 സീറ്റിൽ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. 43 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. 3 സീറ്റുകൾ മാത്രമാണ് UDF സംവിധാനത്തിൽ നിന്നുകൊണ്ട്
മുസ്ലിം ലീഗിനെ ക്ലെയിം ചെയ്യാനുള്ളത്. പക്ഷേ അവർ പറയുന്നത് ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ അതിന് മുന്നണി മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം തങ്ങൾ ഔദ്യോഗികമായി ആവശ്യപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഡാനി, ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി മുസ്ലിം ലീഗ് കൂടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ, മുന്നണി മര്യാദ പാലിക്കണമെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അത്ര പെട്ടെന്നൊന്നും ഈ വിഷയം, ഈ അനിശ്ചിതത്വം അങ്ങ് സോൾവ് ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ് ഭവ്യ. കാരണം എന്ന് വെച്ചാൽ ഈ രീതിയിലേക്ക് ഒരു അവകാശവാദവുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് ആ ചർച്ചകളിലേക്ക് പിന്നെയും നീളാം. അല്ലെങ്കിൽ പിന്നെ അത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം, സ്ഥിരം അധ്യക്ഷൻ എന്ന രീതിയിലെല്ലാം തന്നെ പദവികൾ കൊടുത്തുകൊണ്ട് ഒതുക്കുക എന്നതാണ് നിലവിൽ വരുന്ന ചില സമ്പ്രദായങ്ങൾ എന്നെല്ലാം തന്നെ പറയുന്നത്. നേരത്തെയും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 ടേമുകളിലെല്ലാം തന്നെയും കോൺഗ്രസ് തന്നെയായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്, ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരുപക്ഷെ ഒരു വിലപേശലായിരിക്കാം. കാരണം ഈ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തങ്ങൾക്ക് വേണം എന്ന് അതിലേക്ക് ചർച്ചകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കുറച്ചുകൂടി മുന്നിലേക്ക് നീട്ടിയെറിഞ്ഞതാവാനും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ പതിവ് പോലെ തന്നെ UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും അതോടൊപ്പം ചേരിതിരിവും വ്യക്തമാവുന്നു. അപ്പം ലത്തീൻ സഭാ പ്രതിനിധിയാകണം മേയർ എന്ന രീതിയിലുള്ള ഒരു ചർച്ച ലത്തീൻ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി അറിയാനായിട്ട് സാധിക്കുന്നത്. സഭ ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി അടക്കം പലരും ഇത്തരം രീതിയിലേക്ക് ചില കാര്യങ്ങൾ നേതാക്കളോട് ആവശ്യപ്പെട്ടതായിട്ട് സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി മേയർ അതോടൊപ്പം തന്നെ മേയർ സ്ഥാനങ്ങൾ ഇതിൽ ഒരുപക്ഷെ ഒരു ജാതി സംവരണം കൂടി നടപ്പാക്കിയാലും അത്ഭുതപ്പെടാനില്ല. ഭവ്യ, ശരി, വ്യക്തമാണ്. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത്. മേയറെ തീരുമാനിക്കാൻ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. തടമ്പാട്ട് താഴത്തു നിന്നുള്ള കൌൺസിലർ O സദാശിവൻ മേയർ ആവാനാണ് സാധ്യതയുള്ളത്. ബേപ്പൂരിൽ നിന്നുള്ള കൌൺസിലർ P രാജീവന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പിന്തുണയുമുണ്ട്. വൈകിട്ട് LDF യോഗവും ചേരും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഒരാൾക്ക് ഏറ്റവും പ്രധാനമായി മന്ത്രിയുടെ മുഹമ്മദ് റിയാസിന്റെ പിന്തുണയുണ്ട്, മറ്റൊരാൾ പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആകുമെന്നുള്ള തീരുമാനം ഏകദേശം ആയി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ത് ഇന്ന് സംഭവിക്കും? ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകുമോ? കോഴിക്കോട് ഇന്ന് തന്നെ മേയർ ഉണ്ടാകുമോ? ഭവ്യ, തീർച്ചയായും ഇന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരാണ് ആദ്യഘട്ടം മുതൽ CPMന്റെ പരിഗണനയിലുള്ളത്. ഒന്ന് ഡോക്ടർ S ജയശ്രീയാണ്. അവർ കഴിഞ്ഞ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ആ കൗൺസിലിൽ തന്നെ അംഗമായിരുന്നു. തടമ്പാട്ട് താഴ്ത്തു നിന്നുള്ള അംഗമായ O സദാശിവൻ, ഒപ്പം ബേപ്പൂരിൽ നിന്നുള്ള P രാജീവ്. ഇങ്ങനെ 3 പേരുകളാണ് ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ S ജയശ്രീക്ക് തിരിച്ചടിയായി മാറിയത് കഴിഞ്ഞ തവണയും വനിതാ മേയറായിരുന്നു കോർപ്പറേഷൻ ഭരിച്ചത് എന്നാണ്. റൊട്ടേഷനൊക്കെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത തവണയും അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് തുടർച്ചയായി വനിതാ മേയർ ഭരിക്കുന്നു എന്ന ഒരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ, അത്തരത്തിലൊരു ഒഴിവാക്കൽ ഉണ്ടാകുമ്പോഴാണ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുന്നത്. എന്തായാലും നിലവിൽ O സദാശിവൻ എന്ന അവരുടെ അവരുടെ നഗരസഭയിലെ കക്ഷിയുടെ ഏറ്റവും മുതിർന്ന അംഗത്തിന് തന്നെയാവും ഈ മേയർ സ്ഥാനം ലഭിക്കാൻ സാധ്യത. മുസാഫർ അഹമ്മദിനെയാണ് അവർ മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത പരാജയത്തെ തുടർന്നാണ് ഇത്തരമൊരു മാറ്റിയ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വന്നത്. എന്തായാലും നിലവിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും അനുസരിച്ച് O സദാശിവന് തന്നെയാണ് സാധ്യത. ബേപ്പൂരിൽ നിന്നുള്ള അംഗമാണ് P രാജീവ്. അതുകൊണ്ട് തന്നെ രാജീവിൻ്റെ പേര് മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പാർട്ടി ജില്ലാ നേതൃത്വം ഒറ്റക്കെട്ടായി O സദാശിവന് പിന്നിൽ അണിനിരക്കുകയാണ് എന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഉച്ചവരെ യോഗം നീളും. ഇതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് LDFന്റെ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. എന്തായാലും CPM ഒറ്റയ്ക്കാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും ഒരു മുന്നണി സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത്. കാരണം CPMന് മാത്രം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിൽ കൂടിയാണ്. എന്തായാലും ആ LDF യോഗത്തിന് ശേഷമാവും സ്ഥാനാർത്ഥി ആരെന്ന് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാവുക. ഭവ്യ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തിനായി BJPയിൽ പിടിവലി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിന്റെ ഭാര്യയെ ചെയർപേഴ്സണാക്കാനാണ് ശ്രമം. കൂടാതെ M സുനിലിന്റെയും കൃഷ്ണകുമാർ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിന്റെ നീക്കങ്ങൾക്കെതിരെ എതിർവിഭാഗം രംഗത്ത് വന്നു. BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിനെ ചെയർമാനാക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. വൈസ് ചെയർമാനെ ചൊല്ലിയും തർക്കം തുടരുന്നുണ്ട്.
കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിൽ ശുദ്ധീകരണം നടത്തിയ സംഭവത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ കേസെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയുടെ പരാതിയിൽ 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക ശുദ്ധീകരണം നടത്തിയത് വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കും. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി കടകംപള്ളി സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം സബ് കോടതിയാണ് പരിഗണിക്കുക. തുണയുണ്ടെങ്കിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ഇടവേള. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ പ്രതി മാർട്ടിനെതിരെ കേസെടുത്ത പോലീസ്. പേര് വെളിപ്പെടുത്തുന്നതും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ മാർട്ടിൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, മാർട്ടിൻ നൽകിയ പരാതി നമ്മൾ കണ്ടതാണ്, ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് അതിജീവിതയ്ക്കെതിരെയാണ് കൃത്യമായി അയാൾ ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല, ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കോടതി വെറുതെ വിട്ട കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കുടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു കെട്ടിച്ചമച്ചൊരു കേസാണ് എന്ന തരത്തിൽ പോലുമായിരുന്നു ആ വീഡിയോയിൽ മാർട്ടിൻ പറയുന്നത്. ഇപ്പോൾ ഇത് ആ വീഡിയോക്കെതിരെ അതിജീവിത തന്നെ രംഗത്ത് വന്ന സാഹചര്യമാണുള്ളത്. അതിൽ തന്റെ അതിജീവിതയുടെ പേരടക്കം പരാമർശിക്കുന്നുണ്ട്. ഇത് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യമാണ് പരാതിയിൽ പറയുന്നത്? ഒപ്പം ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഭവ്യ, കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. ആ സമയത്താണ് മുഖ്യമന്ത്രിയോട് അതിജീവിത ഇത്തരത്തിൽ മാർട്ടിൻ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിനെതിരെ നടപടി വേണമെന്ന് തന്നെയായിരുന്നു നടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതിൽ പ്രധാനമായും ഈ മാർട്ടിൻ പ്രചരിപ്പിച്ചിരുന്ന വീഡിയോ, അതിൽ അതിജീവിതയുടെ പേര് വ്യക്തമായി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ മാർട്ടിൻ വീഡിയോ ചെയ്തിട്ടുള്ള. മാർട്ടിൻ കേസിലെ പ്രതിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേസിൽ ശിക്ഷ ചെയ്യപ്പെട്ട് കഴിയുന്ന ഒരു പ്രതി കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ മാർട്ടിൻ കാണിക്കേണ്ടുന്ന, അതായത് ഈ ഒരു സാഹചര്യത്തിൽ മാർട്ടിൻ കാണിക്കേണ്ടുന്ന സംയമനം കാണിച്ചില്ല എന്നൊരു വിമർശനവുമുണ്ട്. മാത്രമല്ല ഈ ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊന്നുമായിരുന്ന സംഭവം മുഴുവൻ, അതായത് ഈ സംഭവം മുഴുവൻ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം മുഴുവൻ ഈ പറയുന്നത് പോലെ നടിയുടെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൊട്ടേഷനും നടി ഓപ്പറേറ്റ് ചെയ്തതുമാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് മാർട്ടിൻ ആ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. നേരത്തെയും ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലും മാർട്ടിൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതായത് മഞ്ജു വാര്യരുടെയും അതുപോലെ ശ്രീകുമാർ മേനോന്റെയും നടൻ ലാലിന്റെയും ഈ അതിജീവിതയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം, ദിലീപിനെതിരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയത്. അത് തന്നെയാണ് മാർട്ടിൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ അതിജീവിതയുടെ പേരെടുത്തു പറഞ്ഞിട്ട് തന്നെയാണ് അതിജീവിതയും പൾസസുനിയും ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. ആ വീഡിയോയ്ക്കെതിരെയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിജീവിതയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകുന്നതിനൊപ്പം പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പറഞ്ഞത്. അതേ തുടർന്നാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൃശൂർ സിറ്റി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട മാർട്ടിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കേസിൽ മാത്രമല്ല എല്ലാ കേസുകളിലും അതിജീവിതയുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു മര്യാദയാണ്. അത് പാലിച്ചിട്ടില്ല. അത് അതിജീവിതയുടെ പേര് ആരൊക്കെ പരാമർശിക്കുന്നു അവരൊക്കെ ചെയ്യുന്നത് ഒഫൻസ്, പണിഷബിൾ ഒഫൻസ് തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അത് ഈ സ്ലിപ്പ് ഓഫ് ദി ടങ് പോലെ അല്ല. ഈ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ ഈ നടിയുടെ പേര് ആവർത്തിച്ച് മാർട്ടിൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ, അതായത് ഈ നടിയെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു വീഡിയോ ആണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നോട്ടെ എന്ന് തന്നെ നടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് PR വർക്കുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ പണം വാങ്ങിയതാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി അത് തന്നെയാണ്. പണം വാങ്ങിയവരൊക്കെ അതൊക്കെ ചെയ്തു കൊള്ളട്ടെ, അതൊക്കെ തുടരട്ടെ എന്ന് തന്നെയാണ് നടി പറഞ്ഞത്. പക്ഷേ നടിയുടെ പേരെടുത്ത് പരാമർശിച്ചിട്ട് ഇത്തരത്തിലൊരു വീഡിയോ, അത്
അപകീർത്തികരവുമാണ്, പണിഷബിൾ ഒഫൻസുമാണ് അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് അതിജീവിത എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ഈ കാര്യം മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ ഡിസ്കസ് ചെയ്തതെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സിറ്റി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അജ്ഞ, ഇവിടെ മാർട്ടിൻ എന്നുള്ള ഈ പ്രതിക്കെതിരെ മാത്രമേ കേസ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോയുടെ താഴെ അതിജീവിതയ്ക്കെതിരെ വലിയ മോശം തരത്തിലുള്ള കമന്റുകൾ അടക്കം വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോശം കമന്റ് ഇട്ട ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ജഡ്ജ് ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോടതി വിധിക്കെതിരെ പരാമർശങ്ങളുണ്ട്. ഇത്തരത്തിൽ ശരിക്കും ചെയ്യുന്നത് കോടതിയെ ലക്ഷ്യമാണ്. അതല്ലെങ്കിൽ അതിജീവിതയ്ക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങളല്ല ശരിക്കും അതിജീവിതയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ. അതിനെതിരെ പണിഷബിൾ ഒഫൻസ് എടുക്കാനുള്ള നിയമമുണ്ട്. സൈബർ ക്രൈമിൽ അത്തരം നിയമമുണ്ട്. അത് മാത്രമല്ല, അത് ഈ പറഞ്ഞതുപോലെ അതൊരു മിനിമം മര്യാദയാണ്. ഏത് കേസിലായാലും അതിജീവിതയെ മാനിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത മാനിക്കുക. അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളിലൊക്കെ ഇത്തരം സ്വകാര്യത മാനിക്കപ്പെടേണ്ടെന്ന് നിയമപരമായിട്ടുള്ള നിർദ്ദേശവുമുണ്ട്. അത് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ മാർട്ടിനെതിരെ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അങ്ങേറ്റം നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിജീവിതയ്ക്കെതിരെയും അതുപോലെ നടൻ ദിലീപിനെതിരെയും വലിയ രണ്ട് തട്ടുകളിലായി മാറിക്കൊണ്ട് ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ജഡ്ജിനെ അനുകൂലിച്ചും പോസ്റ്റുകൾ നിരന്തരം വന്നിട്ടുണ്ട്. ഒരു കോടതി വിധിക്ക് മുൻപ് കാണാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ആളുകളുടെ മുന്നിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് 8 വർഷവും വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു വിധി വരാത്തത് നിരാശരായിട്ടുള്ള പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമുണ്ട്. ഇങ്ങനെ അതായത് അതിജീവിതയെ എതിർത്തും ദിലീപിനെ അനുകൂലിച്ചുമുള്ള പോസ്റ്റുകളുണ്ട്. അതേസമയം 6 പേരെ കുറ്റക്കാരായി ശിക്ഷിച്ചു. അവരാണ് കുറ്റക്കാർ. അത് ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യം, അത് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുന്ന തരത്തിലുമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും നിരവധി വിമർശനങ്ങളാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ഉൾപ്പെടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ജഡ്ജിനെ ഉൾപ്പെടെ മുൾമുനയിൽ വിമർശനത്തിന് നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മുൻപെങ്ങും നമ്മുടെ സമാനമായ ഒരു കേസ് പോലും ഇങ്ങനെ നമുക്ക് എടുത്തു പറയാനുണ്ടാവില്ല ഒരു പക്ഷേ എന്ന് വേണം. കാരണം കോടതി അലക്ഷ്യമാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ പോകുന്നതും. ഇതിനെതിരെ നടപടിയെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന സാഹചര്യം കൂടിയുണ്ട്. പരസ്യമായി ആളുകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടി. പക്ഷേ ഇത് മാർട്ടിൻ കേസിലെ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ്, 5 വർഷത്തോളം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ആളാണ്. ആ ഒരു സാഹചര്യത്തിൽ മാർട്ടിൻ ഇത്തരം വെളിപ്പെടുത്തലുമായി വന്നത് ഇത് മാർട്ടിൻ കോടതിക്ക് മുൻപാകെ പറയാമായിരുന്നു. അത് ചെയ്തില്ല. അതല്ലെങ്കിൽ മുൻപും മാർട്ടിൻ അറസ്റ്റിലാവുന്നതിന് മുൻപും ഈ തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതും അങ്ങോട്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിജീവിതയ്ക്കെതിരെയല്ല ഇപ്പോഴും കോടതി വിധി വന്നിട്ടുള്ളത്. പക്ഷേ പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നാണ് അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ് മാർട്ടിനെതിരെയുള്ള ഒഫൻസ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ സ്വകാര്യത മാനിക്കുക എന്നുള്ള കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അത് പാലിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. നടൻ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വ്യാപകമായി പോസ്റ്റർ. പാലക്കാട് മുന്നോട്ട് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ദിലീപിന്റെ സിനിമയുടെ ഫാൻ ഷോ ഉള്ളത്. സിനിമ പോസ്റ്ററിന് മുകളിലാണ് സിനിമ ബഹിഷ്കരണം എന്ന ആവശ്യവുമായി പോസ്റ്ററുകൾ പതിച്ചത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്നും പരാതിക്കാർക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ പറയുന്നു. രാഹുലിന്റെ അറസ്റ്റ് ഇന്നുവരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തള്ളിയാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാമെന്നൊക്കെ പോലീസ് പറയുന്നു. പക്ഷേ ഈ പോലീസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുലിന് സുരക്ഷ ഒരുക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ എത്രമാത്രം കടമുണ്ടെന്ന് എന്നത് അറിയില്ല. എന്തായാലും എന്ത് സംഭവിക്കുന്നു കോടതിയിൽ?
ഭവ്യ അറസ്റ്റ് തടഞ്ഞ നടപടി ഇന്ന് വരെ തുടരുന്നുണ്ട്. മുൻകൂർ ജാമ്യം തള്ളിയല്ല ഭവ്യ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള അപ്പീൽ തള്ളിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ തന്നെ നേരിട്ട് ജാമ്യ ഹർജിയുമായി നീങ്ങാനായിരുന്നു രാഹുലിന്റെ നീക്കം. അങ്ങനെയല്ല, പക്ഷേ ഇപ്പോൾ സെഷൻസ് കോടതികൾ വഴി ജാമ്യം വരണം, മുൻകൂർ ജാമ്യാപേക്ഷകൾ വരണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സെഷൻസ് കോടതി സമീപിക്കുന്ന സാഹചര്യമുണ്ട്. സെഷൻസ് കോടതി എന്തായാലും അത്തരത്തിൽ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അത് വീണ്ടും ഇന്ന് പുനഃപരിശോധിക്കാനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേസ് ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായി തന്നെ കേസ് പരിഗണിക്കും. അതേസമയം ഭവ്യ സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അടിയന്തരമായി പോലീസ് അറസ്റ്റിലേക്ക് പോകും. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയാണെങ്കിൽ രാഹുലിനെ കുറച്ചു കാലം കൂടി സേഫായി പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുകയാണ് ഭവ്യ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിലെ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫിഫ അറബ് കപ്പിന്റെ കലാശപ്പോരിൽ ജോർദാൻ മൊറോക്കോയെ നേരിടും. ആദ്യമായാണ് ഇരു ടീമും ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ UAE എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ചാണ് ജോർദാൻ ഫൈനൽ പോരാട്ടത്തിൽ ടിക്കറ്റ് എടുത്തത്. 3-ാം സ്ഥാനത്തിന് സൗദിയും UAEയും ഏറ്റുമുട്ടും. എരുമേലി കാനനപാത വഴി സഞ്ചരിക്കുന്ന തീർത്ഥാടകർക്ക് അനുവദിച്ചിരുന്ന പ്രത്യേക പാസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുല്ലുമേട് വഴിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകുന്ന സമാനമായ സാഹചര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. എരുമേലി വഴി 46 കിലോമീറ്റർ കാൽനടയായി എത്തുന്ന ഭക്തർ വാഹനങ്ങളിൽ എത്തുന്നവർക്കും പിന്നിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഭക്തർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് എരുമേലി കാനനപാതയിൽ കൂടിയെത്തുന്ന ഭക്തർക്ക് മുക്കുഴിയിൽ പ്രത്യേക പാസ് നൽകിയിരുന്നത്. ഇവർക്ക് നടപ്പന്തലിലടക്കം മറ്റു ഭക്തർക്കൊപ്പം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നില്ല. പുല്ലുമേട് വഴി എത്തുന്നവർക്ക് സമാനമായി നേരിട്ട് 18-ാം പടി ചവിട്ടാൻ കഴിയുന്ന സാഹചര്യമൊരുക്കി. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് തന്നെ ഇത് നിർത്തലാക്കി. ഈ സംവിധാനം ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിന്റെ താഴെയാണ് നടന്നു വരുന്നവരെത്തുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും വാഹനങ്ങളിൽ വരുന്ന ആളുകളുടെ പുറകിലേക്ക് പാലത്തിന്റെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും വീണ്ടും ഞങ്ങൾ അവരുടെ പുറകിൽ പോയി നിന്ന് കുറേ സമയം കഴിഞ്ഞാണ് വീണ്ടും ഗണപതി കോവിലെത്തിയത്. അവിടുന്ന് ഞങ്ങൾ മരക്കൂട്ടത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഞങ്ങൾ എരുമേലിയിൽ നടന്നു വരുന്നവരാണ്, പ്രായമുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഇനി കൂടുതൽ ശരംകുത്തി വഴി കയറിപ്പോയി നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, 82 വയസ്സ് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും അവർ നമ്മളോട് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞത്. നിങ്ങളെന്തിനാണ് നടന്നു വരാൻ പോയത്, നിങ്ങൾക്ക് വണ്ടിക്ക് വന്നാൽ പോരെ എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചത്. ഈ കാനനപാത വഴി വന്ന ആളുകൾക്ക് കൊടുത്ത പാസ് സന്നിധാനത്ത് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അത് കൈപ്പറ്റാതെ അവരെ ദർശനത്തിനായിട്ട് കടത്തിവിടുകയും അവർ ഈ പാസുമായിട്ട് പോയിട്ട് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് മറ്റാളുകൾക്ക് ഈ പാസ് വീണ്ടും കൈമാറുകയും അവർ ആ പാസുമായിട്ട് വീണ്ടും സന്നിധാനത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അങ്ങനെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുപ്പതി മോഡലിൽ ഒരു QR കോഡ് സംവിധാനത്തിലുള്ള പാസ് നമുക്ക് ഒരുക്കുകയാണെങ്കിൽ അങ്ങനെ ദുർവിനിയോഗം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. ദേവസ്വം മന്ത്രി VN വാസവനും പ്രസിഡന്റ് K ജയകുമാറിനും ഭക്തർ നിവേദനം നൽകിയിട്ടുണ്ട്. പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ബോർഡിന്റെ നിലപാട്. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗിൽ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. ഈ തീർത്ഥാടന കാലത്ത് തന്നെ സൗകര്യമൊരുക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. എന്നാൽ മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ദേവസ്വം ബോർഡ് അനുകൂല നിലപാടെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. KP ദിനേശൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം.
റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ച് ലയണൽ മെസ്സി. ആനന്ദ് അംബാനിയുടെ ക്ഷണപ്രകാരമാണ് മെസ്സി വൻതാരയിലെത്തിയത്. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരോടൊപ്പം വൻതാരയിൽ കാലുകുത്തിയ മെസ്സിയെ കാത്തിരുന്നത് കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വർണ്ണങ്ങളുടെയും സമന്വയമായിരുന്നു. ഊഷ്മളവും പരമ്പരാഗതവുമായ വരവേൽപ്പാണ് വൻതാരയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. ക്ഷേത്രത്തിൽ നടന്ന മഹാ ആരതിയിലും മെസ്സി പങ്കാളിയായി. ഹരിതോർജ്ജ സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സും മെസ്സി സന്ദർശിച്ചു. ഒൻപത് മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.